ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കണ്ണൂരിൽ വ്യത്യസ്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡിയുമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കെപിസിസി അംഗം റിജിൽ മാക്കുറ്റി പ്രതിഷേധ തെരുവ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ സമരപരിപാടി യൂത്ത് കോൺഗ്രസ് കണ്ണൂരിൽ സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുഖംമൂടി അണിഞ്ഞ് പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടും വെച്ച് സൈക്കിൾ ഉന്തിയായിരുന്നു പ്രതിഷേധം. കെപിസിസി അംഗം റിജിൽ മാക്കുറ്റി പ്രതിഷേധ തെരുവ് ഉദ്ഘാടനം ചെയ്തു. CPMന്റെ ഏറ്റവും വിശ്വസ്തരായ ആളുകളാണ് ജയിലിൽ കഴിയുന്നത്. എന്നിട്ടും ഉളുപ്പില്ലാതെ അവരെ ന്യായീകരിക്കുകയാണ് CPM നേതാക്കളെന്ന് റിജിൽ മാക്കുറ്റി ആരോപിച്ചു. അങ്ങനെ അയ്യപ്പന്റെ സ്വർണം കക്കാൻ തന്റെ അനുയായികളെയും തന്റെ അനുചരന്മാരെയും ഉപയോഗിച്ചുകൊണ്ട് ആ അയ്യപ്പന്റെ സ്വർണം കട്ട് ആ കട്ട കേസിനകത്ത് പ്രതികളാക്കപ്പെട്ടവരാരാണ് ചോദിക്കുമ്പോ CPMന്റെ നേതാക്കന്മാരാണ്. എന്നിട്ടും ഒരു ഉളുപ്പമില്ലാതെ ന്യായീകരിക്കുകയാണ്. ഈ ന്യായീകരണം എന്ന് പറയുമ്പോ ഈ പ്രതികളാക്കപ്പെട്ട് ജയിലിൽ പോയ ആളുകളെ കുറിച്ച് പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദനോട് ചോദിച്ചപ്പോ ആ പമ്പര വിഡ്ഢിയാസുരം പറയാണ്, സ്വാതന്ത്ര്യ സമരകാലത്ത് ആള് ജയിലിൽ പോയിട്ടില്ലേ, പിന്നെ ജയിലിൽ പോകുന്നതിന് എന്താണ് തെറ്റെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പാർട്ടി സെക്രട്ടറിമാർ മുന്നോട്ട് പോകുമ്പോ കാട്ടുകള്ളന്മാർക്ക് സ്വർണ്ണക്കൊള്ളക്കാർക്ക് എന്തും ചെയ്യാമെന്ന് അതിന് പേറ്റന്റ് കൊടുക്കുന്ന ഒരു സർക്കാരും പാർട്ടിയുമായി ഈ പാർട്ടി മാറിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഭാരവാഹികളായ അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്, രാഹുൽ വെച്ചിയോട്ട്, മൊഹസിൻ കാദിയോട്, റോബർട്ട് വെള്ളാംവള്ളി, ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദ്, മഹിത മോഹൻ, സുധീഷ് വെള്ളച്ചാൽ, A ജീന, ഫർഹാൻ മുണ്ടേരി, MK വരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.